സുരേഷ് ഗോപി ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ എത്തിയിരിക്കുകയാണ്. വിവരങ്ങളുമായി വിനയ രാജി ചേരുന്നുണ്ട്. വിനയ, വീണ്ടും പിന്തുണയുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിൽ ആശാവർക്കർമാരുടെ സമരം 30-ാം ദിവസം പിന്നിടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ സമരപ്പന്തൽ സന്ദർശിച്ചിരിക്കുന്നത്. ഇന്ന് രാജ്യസഭയിൽ JP നദ്ദ അടക്കം ഈ ആശാവർക്കർമാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ തുക നൽകുമെന്നടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സുരേഷ് ഗോപി ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരപ്പന്തൽ സന്ദർശിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സുരേഷ് ഗോപി സമരപ്പന്തൽ സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അന്ന് പ്രധാനമായും വ്യക്തമാക്കിയതും ഇത് തന്നെയായിരുന്നു. തങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ തങ്ങൾ ചെയ്യും, പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിപ്പോൾ നടന്ന ഒരു സാഹചര്യത്തിലാണ് രാജ്യസഭയിൽ ഈ വിഷയം ഉന്നയിച്ചതോടെ ഈ JP നദ്ദ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ആശാവർക്കർമാർക്ക് പിന്തുണയുമായി എത്തുകയും വേണ്ട സഹായങ്ങളടക്കം തന്നെ നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ പിന്തുണയുമായി ആശാവർക്കർമാരുടെ സമരപ്പന്തൽ സന്ദർശിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇന്നാണ് പാർലമെന്റിൽ ഈ വിഷയം കേരളത്തിലുള്ള MP-മാരടക്കം തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രധാനമായും ഈ ആശാവർക്കർമാർക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. MP-മാരടക്കം ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പ്രധാനമായും കടന്നിരിക്കുന്നത്. സുരേഷ് ഗോപി അടക്കം ഇപ്പോൾ ആശാവർക്കർമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും അവരോട് സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളടക്കം തന്നെ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും സുരേഷ് ഗോപി ആശാവർക്കർമാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആതിരം, ഞാൻ അങ്ങനെ പത്രക്കാരെ ഒന്നും വിളിച്ച് കാണുന്ന ആളല്ല. എനിക്ക് നഡ്ഡ നേരിട്ട് തന്ന പേപ്പറാണ് പത്രക്കാർക്ക് കൊടുത്തത്. അതിനെ ഇന്നലെ ഇവിടുത്തെ ഒരു മോശപ്പെട്ട ചാനൽ എടുത്തിട്ട് അവഹേളിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അത് ചോദ്യം ചെയ്യും. നമുക്ക് നമ്മളെ കാര്യം അതൊന്നും അത് ജോലിയാണ്. ചെയ്യേണ്ട രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെടുത്ത് വെച്ച് കളിക്കാൻ ഞാൻ വന്നിട്ടില്ല. അല്ലല്ല, ഞാൻ ദൈവത്തിന് നടക്കുന്ന കാര്യം ഇനിയും ചെയ്യും. എനിക്കറിയത്തില്ല, ഇത് സിക്കിം സർക്കാർ മാത്രമാണ് തൊഴിലാളി എന്ന് പറയുന്ന ഒരു മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം ചെയ്യാം. ഇവിടെ ശ്രീമതി വീണ ജോർജും വിചാരിച്ചാൽ നിങ്ങളെ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷെ അത് അവരുടെ തലയിലെടുത്ത് ഞാനതൊരു വലിയ ഭാരമായിട്ട് വയ്ക്കില്ല. കാരണം സംസ്ഥാനത്തിൻ്റെ അപ്പോൾ ആ ബോധ്യം വെച്ചുകൊണ്ട് എനിക്ക് രാഷ്ട്രീയം നൽകാൻ ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയും. പക്ഷെ വളരെ മോശമായിപ്പോയി. നിങ്ങളങ്ങ് ഡൽഹിയിലോട്ട് പോകും, ഞാനും വന്ന് കൂടെ ധൈര്യമുണ്ടെങ്കിൽ വന്ന് സമരം ചെയ്യാൻ പറഞ്ഞു. ചെയ്യാനൊക്കില്ല, ഒരു മന്ത്രിക്ക് അത് ചെയ്യാനൊക്കില്ല. അപ്പൊ അതും നിങ്ങളെ പറഞ്ഞ് വഞ്ചിച്ചിരിക്കില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. വെറും എന്താണ് നുണയിൽ പിണയും പിണറായി സർക്കാർ എന്ന് ഞാൻ ഇപ്പൊ പറയുന്നു. ചൊറിച്ചുമല്ലലാണ്, തിരിച്ചിട്ട് നോക്കാം. അപ്പൊ കറക്റ്റായിട്ടുള്ളത് ഇങ്ങോട്ട് നീക്കിയെടുക്കാം. തള്ളുകൊണ്ട് മാത്രം നീങ്ങുന്നത് നമുക്കറിയാം. പക്ഷെ നുണ കൊണ്ട് മാത്രം നീക്കിക്കൊണ്ട് പോകുന്നത് नहीं, अभी कोशिश कर रहे हैं. क्या कोशिश है सर जी? हाँ, आप नहीं जानते क्या कोशिश कर रहे हैं? कोशिश तो आप लोग कर रहे हो. हाँ, आपको नहीं, आप ऐसा मत बोलने का. सरकार ये जो डिजाइन किया है उसके लीगल और नियमित रूप के घटना जो है उसके अंदर खड़े होके हमें कुछ करना है तो करने की कोशिश करेंगे. ये कोशिश के बारे में मैं आपसे बोला.
What was? अगले बार से जो सेंट्रल गवर्नमेंट का जो हिस्सा है वो क्या जनधन अकाउंट से इन लोगों को मिलेगा? जनधन अकाउंट से वो भी जनधन डायरेक्ट बेनिफिट ट्रांसफर, ये भी किसानों को मिलता है। ये भी जब चर्चा हुई किसानों को जैसे आप किस चैनल से हो? Okay. Now, what was my first suggestion when I came here, when they requested my presence here? I told them the only loyal means of the money reaching you is ask the Prime Minister to send the central component, whether it is incentive, anything, through direct benefit transfer. That was my